പ്രിയമുള്ളവരെ, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് UDF വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് എന്നത് വസ്തുതയാണ്. കൊല്ലം കോർപ്പറേഷൻ പിടിച്ചെടുത്തു എന്ന് മാത്രമല്ല, മിക്ക നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലൊക്കെ വലിയ നേട്ടം UDF ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും പത്തനാപുരം പോലെയുള്ള പഞ്ചായത്തുകളിൽ കഴിഞ്ഞ 50 വർഷം LDF തുടർച്ചയായി ഭരിക്കുന്ന പത്തനാപുരം പോലെയുള്ള പഞ്ചായത്തുകൾ UDFന് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞു എന്നത് വലിയ വസ്തുതയാണ്. എന്തായാലും കൊല്ലം ജില്ലയിൽ UDFനുണ്ടായ ഈ വലിയ നേട്ടത്തെ തുടർന്ന് ഘടകകക്ഷികൾക്കിടയിൽ സീറ്റിനു വേണ്ടിയുള്ള അവകാശവാദങ്ങളും അസ്വാരസ്യങ്ങളും വർദ്ധിക്കുന്നു എന്ന ചില സൂചനകൾ ഇന്ന് മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ചില നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ വിജയിക്കും എന്ന ധാരണ ഘടകകക്ഷികൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കോൺഗ്രസും UDFും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കൊല്ലം ജില്ലയെ സംബന്ധിച്ച്. പ്രത്യേകിച്ചും ഇരവിപുരം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് അവകാശവാദം ഉണ്ടാകുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ നേതാവ്, നേരത്തെ മരണപ്പെട്ടു പോയ യൂനുസ് കുഞ്ഞിൻ്റെ മകൻ കൂടിയായ നൌഷാദ് യൂസുഫ്, അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് മുസ്ലിം ലീഗ് ഇരവിപുരം നിയോജക മണ്ഡലം തിരികെ ആവശ്യപ്പെട്ടു എന്നതാണ്. അവിടെ മത്സരിക്കുവാനുള്ള പ്രാരംഭ നടപടികൾ മുസ്ലിം ലീഗ് തുടങ്ങി. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു എന്നാണ്. ഇരവിപുരം മണ്ഡലം നമുക്കറിയാം, നേരത്തെ മുസ്ലിം ലീഗാണ് UDFനെ പ്രതിനിധീകരിച്ച് അവിടെ നിന്ന് മത്സരിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ RSP UDFിലേക്ക് എത്തുമ്പോൾ RSP വെച്ച ഒരു ഉപാധി എന്ന് പറയുന്നത് ഇരവിപുരം മണ്ഡലം തങ്ങൾക്ക് മത്സരിക്കുവാൻ വേണമെന്നതായിരുന്നു. UDFിലെത്തി 2 പ്രാവശ്യവും RSP ഇരവിപുരത്ത് നിന്ന് മത്സരിച്ചുവെങ്കിലും അവിടെ പരാജയപ്പെടുകയായിരുന്നു. മുസ്ലിം ലീഗിന് ഇരവിപുരത്തിന് പകരം കൊല്ലം ജില്ലയിൽ അനുവദിച്ച പുനലൂർ സീറ്റിലും മുസ്ലിം ലീഗ് 2 പ്രാവശ്യവും 2016-ലും 2021-ലും വലിയ തോൽവി ഏറ്റുവാങ്ങി. 2016-ൽ യൂനുസ് കുഞ്ഞും 2021-ൽ മലപ്പുറത്ത് നിന്ന് കൊണ്ടുവന്ന അബ്ദുൾ റഹ്മാൻ രണ്ടത്താണിയും വലിയ പരാജയം പുനലൂരിൽ നിന്ന് ഏറ്റുവാങ്ങി. ഇപ്പോൾ മുസ്ലിം ലീഗ് തങ്ങൾ നേരത്തെ മത്സരിച്ചു കൊണ്ടിരുന്ന ഇരവിപുരം മണ്ഡലം തിരികെ ആവശ്യപ്പെടുന്നു എന്ന വാർത്തയാണ് പ്രധാനമായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. നൌഷാദ് യൂനുസിൻ്റെ പ്രസ്താവന അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വം അവിടെ പ്രവർത്തനങ്ങൾക്ക് സജീവമാകുവാൻ അദ്ദേഹത്തിന് നിർദ്ദേശം നൽകിയെന്ന വാർത്തയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇത് UDFനെ സംബന്ധിച്ച്, കോൺഗ്രസ് സംബന്ധിച്ച് പുതിയ ചില അസ്വാരസ്യങ്ങൾ കൊല്ലം ജില്ലയിൽ രൂപപ്പെടുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് അവലോകനം ചെയ്യാം. ഒരുപക്ഷെ കോൺഗ്രസ് ഇവിടെ ഒരു സമന്വയത്തിന് ശ്രമിച്ചേക്കാം എന്ന മാധ്യമ ചർച്ചകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും RSPയെ സംബന്ധിച്ചും അവർ ഇരവിപുരത്തെ കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് കൊല്ലം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ കൊല്ലം ഒരുപക്ഷെ RSPക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇരവിപുരം മുസ്ലിം ലീഗ് വീണ്ടും മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകാം. പക്ഷേ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വെച്ച് കൊല്ലത്തായാലും ഇരവിപുരത്തായാലും മുസ്ലിം ലീഗോ RSPയോ മത്സരിക്കുന്നതിനേക്കാൾ കോൺഗ്രസ് മത്സരിക്കുന്നതിനാണ് വിജയസാധ്യത കൂടുതൽ. പക്ഷേ RSPക്ക് ഒരുപക്ഷെ കൊല്ലം വിട്ടുകൊടുത്തുകൊണ്ട് ഇരവിപുരം കോൺഗ്രസ് ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായേക്കാം എന്ന ചർച്ചയും അത്തരത്തിൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. പകരം മുസ്ലിം ലീഗിന് കൂടുതൽ വിജയസാധ്യതയുള്ള പട്ടാമ്പി പോലെയുള്ള സീറ്റുകൾ, പാലക്കാട് നിന്നുള്ള പട്ടാമ്പി പോലെയുള്ള സീറ്റുകൾ തെക്കൻ ജില്ലയിലെ സീറ്റുകൾക്ക് പകരമായി മുസ്ലിം ലീഗിന് അനുവദിച്ചേക്കാം എന്ന ഒരു വിശകലനം കൂടി വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നൌഷാദ് യൂനുസിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ഇരവിപുരം സീറ്റ് മുസ്ലിം ലീഗിന് വേണം എന്ന രീതിയിലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ശരിയാണെങ്കിൽ സംസ്ഥാന നേതൃത്വം അവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ലീഗിൻ്റെതായി തുടങ്ങുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന വാർത്തയും വരികയാണ്. കോൺഗ്രസ് സംബന്ധിച്ച് ഇത് കൂടുതൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. കൊല്ലം ജില്ലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന കോൺഗ്രസ്സിന് ഒരുപക്ഷെ ഇരവിപുരവും കൊല്ലവും RSPക്കും മുസ്ലിം ലീഗിനും വെച്ചുമാറി പുനലൂരത്തേക്ക് മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ പുനലൂർ വിജയിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതു സാഹചര്യത്തിലും പുനലൂർ LDFന് വലിയ മെജോറിറ്റിയുള്ള CPIയുടെ കുത്തക മണ്ഡലമാണ്. അവിടേക്ക് കോൺഗ്രസ് മത്സരിക്കുവാൻ വന്നാൽ അത് കോൺഗ്രസ് സംബന്ധിച്ച് ആത്മഹത്യാപരമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒരുപക്ഷെ കൊല്ലം സീറ്റ് RSPക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇരവിപുരം സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുകയും അതിന് പകരമായിട്ട് വടക്കൻ മലബാറിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുക്കും എന്ന ഒരു നിഗമനവും നിർദ്ദേശവും കോൺഗ്രസിനുള്ളിൽ തന്നെ ഉരുത്തിരിയുന്നു എന്ന വാർത്തയും കൊല്ലത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. മറ്റൊന്ന് പത്തനാപുരം നിയമസഭാ മണ്ഡലമാണ്. അവിടെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാർ അടുത്ത ഇലക്ഷനിൽ പരാജയപ്പെടും എന്ന ഒരു നിഗമനം തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. കാരണം കൊല്ലം ജില്ല എന്ന് പറയുന്നത് എനിക്ക് ബന്ധങ്ങളുള്ള ജില്ലയാണ്. പ്രത്യേകിച്ച് ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീർ സ്വദേശിയാണെങ്കിലും കൊല്ലം ജില്ലയുടെ ഈ പ്രദേശങ്ങളിൽ രവിപുരത്തും അതുപോലെ പത്തനാപുരത്തുമൊക്കെ ബന്ധുബലങ്ങളും സുഹൃത്ത് ബലങ്ങളും ഉള്ളതുകൊണ്ട് അവിടുത്തെ റിപ്പോർട്ടുകൾ കുറച്ച് ശേഖരിക്കുമ്പോൾ മനസ്സിലാകുന്നത് പത്തനാപുരത്ത് ഒരുപക്ഷെ ഗണേശൻ അടുത്ത ഇലക്ഷനിൽ പരാജയപ്പെട്ടേക്കാമെന്നാണ്. കാരണം
ഉമ്മൻചാണ്ടി ഫാക്ടർ അവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടി കേസ് സരിതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെ സൂത്രധാരൻ ഗണേഷ് കുമാർ ആണ് എന്ന് അവിടെ നല്ല ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് ഗണേഷ് കുമാറിന് തിരിച്ചടിയാകും എന്ന വസ്തുത ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. മറ്റൊന്ന്, അവിടെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന രണ്ടു നേതാക്കൾ, ഒന്ന് ജ്യോതിർകുമാർ ചാമക്കാലെ, മറ്റൊന്ന് സജു ഖാനുമാണ്. രണ്ടുപേരും അവിടുത്തെ ഇപ്രാവശ്യത്തെ കോൺഗ്രസിൻ്റെ വലിയ വിജയത്തിന് കാരണക്കാരായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 6 പഞ്ചായത്തുകളും UDF എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പരമപ്രധാനമായത് പത്തനാപുരം പഞ്ചായത്താണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് LDF തുടർച്ചയായി ഭരിക്കുന്ന പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞത് സജു ഖാൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പിൻബലത്തിലാണ്, കരുത്തിലാണ്. അദ്ദേഹം ജനകീയ സമരങ്ങൾ ഏറ്റെടുത്ത് നടത്തിയതുകൊണ്ടാണ് എന്ന ഒരു നിഗമനം ആ പ്രദേശത്തുള്ള ആളുകൾക്കുണ്ട്. പക്ഷേ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ സ്ഥാനാർത്ഥി ആരെ നിർത്തും എന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള അഭ്യൂഹങ്ങളും അല്ലെങ്കിൽ ആകാംക്ഷകളും ഉണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. കാരണം രണ്ടുപേരും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. സജു ഖാനും അതുപോലെ ജ്യോതികുമാർ ചാമക്കാലയും രണ്ടുപേരും ആ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. ആർക്കാണ് ഗണേശനെ തോൽപ്പിക്കുവാൻ സാഹചര്യം അല്ലെങ്കിൽ അവസരം എന്ന രീതിയിലാണ് ഇപ്പോൾ പത്തനാപുരത്ത് നിന്നുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഏറ്റവും വലിയ രീതിയിൽ ഉമ്മൻചാണ്ടി ഫാക്ടർ, അദ്ദേഹത്തിൻ്റെ മരണശേഷവും പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഒരുപക്ഷെ മരണത്തിന് ശേഷവും മത്സരിക്കുന്ന നിയമസഭാ നിയോജക മണ്ഡലമായിരിക്കും പത്തനാപുരം എന്ന വലിയ നിഗമന മാധ്യമങ്ങൾ നിറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയം അത് കോൺഗ്രസിനെ സംബന്ധിച്ച് കീറാമുട്ടിയായിരിക്കും. രണ്ടു നേതാക്കന്മാർ മണ്ഡലം നിറഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ട്. സജു ഖാനും ജ്യോതികുമാർ ചാമക്കാലയും രണ്ടുപേരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് പത്തനാപുരത്ത് UDFന് നേട്ടമുണ്ടായത് എന്ന വലിയ വസ്തുതയുണ്ട്. സജു ഖാനെ സംബന്ധിച്ച് അദ്ദേഹം KSRTCയിൽ നടക്കുന്ന അഴിമതി കഥകളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്ന വലിയ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ ആ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും പത്തനാപുരം അടുത്ത പ്രാവശ്യം UDFൻ്റെ ലിസ്റ്റിൽ കൂട്ടുവാൻ പറ്റുന്ന ഒരു നിയമസഭാ നിയോജക മണ്ഡലമായി തന്നെ മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ജയ് ഹിന്ദ്.